അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ടു ഡു ലിസ്റ്റ് ചെയ്തെടുക്കാം. സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ കുറച്ച് മറവിയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇതൊരു ഫ്രഷ് ഐഡിയ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് വേറെ ഒരുപാട് ചാനൽസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. പക്ഷേ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന പീസസ് എല്ലാം സെയിം സൈസ് മെഷർമെൻറ്റും ഒക്കെ ആയിരിക്കണം. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് ഓരോ പീസസും എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോർഡറൊക്കെ വരച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസൈൻസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ കാണുന്ന പോലെ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി പേപ്പേഴ്സിലും ഒക്കെ ഒന്ന് എഴുതിയിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫെവിക്കോൾ ഒട്ടിച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങുന്ന ടൈം കൊണ്ട് നമുക്ക് വേറൊരു സാധനം റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ ഈ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ടു ഡു ലിസ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഓട്ട് ദ പോയിന്റ്, നമ്മൾ ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ടു ഡു ലിസ്റ്റിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസ് പേപ്പർ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആ ഒരു പേപ്പർ വേണ്ടുന്ന സൈസിൽ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെ വലുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുന്നത്. പിന്നെ നമ്മളടുത്ത് വല്ല സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടു ഡു ലിസ്റ്റ് നമുക്ക് ഇതിനകത്ത് എടുത്ത് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് എഴുതേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതുകയോ അല്ലെങ്കിൽ നാളെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് സ്റ്റിക്കി നോട്ട്സൊക്കെ കീറുന്നത് പോലെ നമുക്കിത് കീറി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.